ബാത്റൂം പോകും. ഹലോ, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കണം കേട്ടോ. അയ്യപ്പൻ കാവിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് അവിടെയൊക്കെ കുറച്ച് നിന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇന്നത്തെ ഒരു ഷെഡ്യൂൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അടിപൊളി ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് വണ്ടിയൊന്ന് നിർത്തിയിട്ട് നമ്മൾ കയറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോർന്നിട്ട് പിന്നെയുണ്ട് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അയ്യപ്പൻകാവിലെത്തി ഞങ്ങൾ കാല് കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറി തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിക്കാറില്ലാണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ എൻ്റെ വീട്ടിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കാതെ കണ്ണും പൊട്ടി വേഗം പോയിട്ട് ചോറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നുള്ളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നേരത്തെ നീച്ചുകൊണ്ട് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്, കണ്ണിങ്ങനെ വന്ന് അടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് കൂട്ടുവായ ഇടുന്നുണ്ട്. അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അടയുക. അപ്പോൾ അതാണ്ട് കവളത്തും കൈ കൊടുത്ത് അങ്ങനെ താടി തോന്നിയിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പലചരക്കും അതേപോലെ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ടൊരു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് വെക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്യാസിൽ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നേരാക്കാൻ കേട്ടോ. സാധാരണ എൻ്റെ കണ്ണ് അരിയാറില്ല, കണ്ണ് നീറാറില്ല ഉള്ളി അരിയുമ്പോൾ. പക്ഷെ ഇന്ന് ഈ നേരം വഴിക്ക് നേരത്ത് കണ്ണൊക്കെ ആകെ കൂടെ നീറി ചുമന്ന് കലങ്ങി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ചിക്കനൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം സമയം അപ്പം തന്നെ 1 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും അമ്പാടിക്കും വിശന്നു. ചോറ് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്പാടിക്കും വിശന്ന് ഏട്ടനും വിശക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വേഗം കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട് പിന്നെ മസാല ആക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറൊക്കെ കൊണ്ട് പാത്രമൊക്കെ കഴുകി ഞാൻ ഏട്ടനും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വൈകുന്നേരം ഒരു 5 മണിക്ക് നീച്ച് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിലാണ് പിന്നെയും വീട്ടിൽ പോയാൽ നേരമല്ല ആലോചന വന്നത്. കെട്ടും കിടക്കി എടുത്തിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും അന്തം വിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ വന്ന് പോയതാണല്ലോ. പിന്നെ വൈകുന്നേരം പിന്നെ വന്ന് എന്താണാവോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ വെറുതെ ഒരു സർപ്രൈസ് ആക്കാൻ വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ചോറും ചിക്കൻ കറി, മീൻ വറുത്തതും അതേപോലെ തന്നെ സോയാബീൻ, പിന്നെ അച്ചാർ, പിന്നെ വെണ്ടയ്ക്ക കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിക്കനൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉണക്കമീൻ വറുത്തിട്ടുണ്ട്, അത് കൂട്ടിയിട്ടുണ്ട് ഞാൻ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ടും കാണാം കേട്ടോ. ടാറ്റാ, ബൈ.